ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെമ്പരത്തി കാണുമ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അതല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു വേറൊരു ഔഷധ ചെടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, എന്നോട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കർളകല്ലേ, ഔഷധ ചെടിയായിട്ടുള്ള കർളകം, അതിന് വിത്തുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ മാത്രമല്ല, വേറെ മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ട്, 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പാടൊരു ഉത്തരമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മൾ ഈ ചെമ്പരത്തിയിൽ താഴേന്ന് മുതലിങ്ങനെ വള്ളികളായിട്ട് പോകണുണ്ടല്ലേ, ഒരു വള്ളിയല്ല കേട്ടോ, 4 വള്ളിയുണ്ട് കേട്ടോ. ആ വള്ളികളായിട്ട് പോയിരിക്കുന്നത് നമ്മളെ ഔഷധ ചെടിയായ കർളകാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കർളകാണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ. പക്ഷെ നമ്മൾ ഈ കർളകത്തിൻ്റെ ഇല, നമ്മളീ പുഴുക്കളാണ് കേട്ടോ ഇതൊക്കെ നശിപ്പിക്കണത്. അതുപോലെ ഓന്ത് പോകണുണ്ടല്ലേ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഓന്തും ഈ ഇലയൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇലയുടെ അവസ്ഥ കണ്ടില്ലേ, ഒക്കെ ഇങ്ങനെ ഇത് നിറയെ കുത്തായിട്ട് വന്നിരിക്കുകയാണ്. ഒക്കെ ഈ പുഴുക്കൾ കടിച്ച് തിന്നിട്ടാണ് കേട്ടോ. ഉണ്ട്. അപ്പോൾ ഈ ഒരു കർളകം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നീരൊക്കെ വരില്ലേ, വീക്കം, നീര് അങ്ങനെയൊക്കെ വരില്ലേ, അത് കൂടെയൊക്കെ നമുക്ക് അരച്ച് തേക്കാൻ നല്ലതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ പച്ചമഞ്ഞൾ നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കില്ലേ, അതും പിന്നെ കല്ലുപ്പ്, അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, മിക്സ് ചെയ്യുക പറഞ്ഞാൽ 3ഉം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആ 3 പാട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഞരടിയ ഒരു നീര് കിട്ടും കേട്ടോ. ആ നീര് നമ്മൾ നീരുള്ളിടത്തൊക്കെ തേച്ച് കൊടുത്താൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കയ്യിലാക്കണ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇത് കയ്പ്പുണ്ടാവും കേട്ടോ. ഈ ഒരു ഇല നല്ല കയ്പ്പാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയ ശേഷം ഭക്ഷണം കഴിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു ഇതാണ്. പക്ഷേ ഇത് എന്താ പറയുക, വിഷാംശമൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മെത്തേകൾ കടിക്കുക, പിന്നെ എന്തെങ്കിലും ചെറിയ വിഷാംശമൊക്കെ, തേനീച്ച, കടന്നില ഒക്കെ കുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കർളകത്തിൻ്റെ ഇല അരച്ച് തേച്ചാൽ മതി കേട്ടോ. കർളകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലുപ്പ്, അതുപോലെ തന്നെ പച്ചമഞ്ഞളും കൂടി അരച്ച് തേച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ പച്ചമഞ്ഞളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ കല്ലുപ്പാണ്. ഇത് 3ഉം നല്ലൊരു സാധനമാണ് കേട്ടോ, ഔഷധമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തേച്ചാൽ മതി കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കാലിൽ ചൊറിച്ചിൽ, പിന്നെ ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഒരു കാല് ഇങ്ങനെ ചിരങ്ങും മുണ്ടൊക്കെ മണ്ണിൽ കളിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചൊറിച്ചിൽ പോലെ തരിങ്ങനെ ഉണലി പൊട്ടുക, അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഔഷധ ചെടിയായ കർളകം കൊണ്ട് മാറ്റാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് എവിടെയാണ് ചൊറിയെന്ന് വെച്ചാൽ അതൊന്ന് അരച്ച് തേച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് അവിടെ പരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് ഈ കർളകത്തിൻ്റെ ഒരു ഗുണം. ഇത് നമ്മളെ വീട്ടിലുണ്ടാവുന്നത് നല്ലൊരു ഇതാട്ടോ. നമുക്ക് എല്ലാവരും വീട്ടിലത് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഔഷധ ചെടിയല്ല. അപ്പോൾ നമുക്കത് എന്തൊരാവശ്യം വന്നാലും ഈ ഒരു ഇല തേച്ച് കൊടുത്താൽ മതി. ദോഷമൊന്നുമില്ല കേട്ടോ തേച്ചുകൊണ്ട്. മുറിവാണെങ്കിൽ തന്നെ അതിൽ അരച്ച് നമുക്ക് നന്നായിട്ട് നല്ല മിനുമിനുങ്ങാന്ന് അരച്ച ശേഷം അത് പരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഇല തിങ്ങനെ ഒരു പുഴുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല. കണ്ടില്ലേ, കണ്ടോ? ഈ ഒരു പുഴുവാണ് കേട്ടോ നമ്മളെ ഞാൻ നേരെ കാണിച്ചു. ഇതാ ഈ ഒരു പുഴുവാണ് കേട്ടോ ഇല നശിപ്പിക്കണത്. ഇതെന്താ ഇലയ്ക്ക് ടേസ്റ്റ് ആവും. ചിലപ്പോൾ അവർക്ക് ഈ ഇലയിലുള്ള കയ്പ്പാവും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. ഇത് മാത്രമല്ല കേട്ടോ, നിറയെ ഇതിൻ്റെ കുട്ടികളായിട്ട് പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഈ കർളകത്തിന് വേറെ എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയാം കേട്ടോ. പിന്നെ അതുപോലെ ഈ കർളകത്തിന് ഞാൻ പറഞ്ഞതല്ലാതെ വേറെയും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കർളകത്തിന് വിത്തുണ്ടോ എന്നുള്ളത്. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കർളകത്തിന് വിത്തുണ്ടോ ചോദിച്ചതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിന് വിത്തുണ്ട് കേട്ടോ. ഇത് വിത്ത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇതിങ്ങനെ വള്ളിയായിട്ട് വന്നിട്ടുണ്ടാവണം കേട്ടോ. ഒരു നിറയെ വിത്തോളം ഇങ്ങനെ തൂങ്ങി കിടക്കുക, അതിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുക. ഇപ്പോൾ കാണിച്ചു തരാൻ ഇതിൽ വിത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് തലപ്പ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞാലും അത് ഇങ്ങനെ പിന്നെ അമച്ചമച്ച് വരും. ഇതിന് പൂവും ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കാണിച്ചു തരണമെങ്കിൽ ഇതിലില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കർളകത്തിന് വിത്തുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.